ഞാൻ പറയുന്നത് ഷോയ്ക്ക് എതിരെയാണ്. ജിൻഡോ വിജയിക്കില്ല, ജാസ്മിൻ വിജയിക്കും. വിന്നറാവേണ്ട ആൾ ആരാണെന്നറിയാമോ? ഗബ്രിയാണ്. ഗബ്രിക്ക് ഈ ഒരു ഉഡായിപ്പിൻ്റെ ഇടയിൽ പോയി വീഴേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നിന്റെ പ്രണയം അത് സത്യമാണ്, ശുദ്ധമാണെന്നെങ്കിൽ അതിന് കൊട പിടിക്കാൻ ഞാനുണ്ടാവും. പക്ഷെ ഉഡായിപ്പ് പരിപാടിയായിട്ട് വരരുത്. ജാസ്മിന് കപ്പ് കിട്ടിയത് ജെന്യുവൻ അല്ലെന്ന് പറയും. അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും ജെന്യുവൻ അല്ല എന്ന് ഞാൻ പറയും. പ്രേക്ഷകരെ പറ്റിച്ചിട്ട് കപ്പ് വാങ്ങിച്ചാലും പുറത്തിറങ്ങുമ്പം ആ കപ്പ് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അധികകാലം നീണ്ടുപോകാൻ പറ്റത്തില്ല. ജയിച്ച ആൾ വിജയിച്ചു, പക്ഷെ ഒരാളുടെ കഴിവുകൊണ്ട് മാത്രമാണ് വിജയിച്ചത്. പക്ഷെ അഖിൽമാരാർക്ക് വേണ്ടിയാണ് ഞാൻ വീഡിയോ ഇട്ടത്. ഇദ്ദേഹം ഷോയിൽ പോണതിന് മുമ്പ് പറഞ്ഞ ഡയലോഗ് എന്തായിരുന്നു? ഈ ഷോയെക്കുറിച്ച് മഹാമോശമായിട്ടാണ് പറഞ്ഞത്. ഇതാണോ സത്യം? ഈ ഷോയിൽ നിന്നുകൊണ്ട് ഈ ഷോയെ പൊക്കി പറഞ്ഞു, ഒരുപാട് പൊക്കി പറഞ്ഞു. അതാണോ സത്യം? ഏത് സത്യമാണ് സുമേഷ് എടുക്കേണ്ടത്? വാതുറന്ന് പറ സുമേഷ്. മറ്റുള്ളവർക്ക് ദുഃഖം ഉണ്ടാകുന്ന വാക്ക് പറഞ്ഞിട്ട് താൻ കേമനാണ് എന്ന് ഏതൊരു പെണ്ണോ ഏതൊരു പുരുഷനോ പറയുന്നതിനോട് എനിക്ക് സപ്പോർട്ടൊന്നുമില്ല. ഈ ഷോയുടെ ക്വാളിറ്റി ഏറ്റവും കുറഞ്ഞ ഒരു സീസണാണ് സീസൺ 6. എന്താണ് അടുത്ത കലാപരിപാടി? അടിയാണോ അതോ കടിയാണോ അതോ പിടിയാണോ? ഫാമിലി ഓഡിയൻസ് അത് വെറുത്തു. ഈ സീസൺ നിലവാരം താഴേക്ക് പോയതിൻ്റെ ഉത്തരവാദികൾ ഡയറക്ടേഴ്സ് കുറച്ചുകൂടെ ശ്രദ്ധ പുലർത്തണമായിരുന്നു. എന്നോടൊപ്പം ഏതൊക്കെ മത്സരാർത്ഥികളാണുള്ളതെന്ന് ABC ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. പുറത്തുള്ള കാര്യങ്ങൾ പലതും അകത്തറിയുന്നു, അകത്തുള്ള കാര്യങ്ങൾ പലതും പുറത്തറിയുന്നു. ഏത് സീസണിലാണ് ബിഗ് ബോസിൻ്റെ കൺഫെഷൻ റൂം ബെഡ്റൂം പോലെ എന്ന് വെച്ചാൽ അവിടെ കയറി കിടന്നുറങ്ങുന്ന കണക്ക് ബിഗ് ബോസുമായിട്ട് പഞ്ചാര അടിക്കുന്ന അല്ലെങ്കിൽ ബിഗ് ബോസിനെ പറഞ്ഞ് ഗെയിം കളിപ്പിക്കുന്ന രീതിയിൽ പോയിരുന്നു കണ്ടില്ലേ? ഇത്തവണത്തെ ബിഗ് ബോസിൽ ഫൈനൽ 5 വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന ഒരു 5 പേരുടെ പേരാണ്. ഫൈനൽ 5 എന്ന് പറയുന്നത് വരാൻ സാധ്യതയുള്ളത് ഇനിയിപ്പോൾ പറയാമല്ലോ. ജിൻഡോ, ജാസ്മിൻ, സിജോ, അർജുൻ, അഭിഷേക് ശ്രീകുമാർ. 5 പേരാണ് വരാൻ സാധ്യതയുള്ളത്. ആണ്. ഈ വേറെ ആരൊക്കെയുള്ളത്? നോറയുണ്ട്, ഋഷി, സായി, അഭിഷേക് ശ്രീകുമാറിനെ മാറ്റി വെച്ചിട്ട് വേണമെങ്കിൽ ഋഷിയെ കയറ്റി വയ്ക്കാം. ഞാൻ ഋഷിയെ ഓർത്തില്ല. ഋഷിയെ കയറ്റി വയ്ക്കാം. പിന്നെ നല്ല മത്സരാർത്ഥികളെല്ലാം പുറത്തു പോയില്ലേ? ഇടിലെ മത്സരാർത്ഥികളെല്ലാം പുറത്തു പോയില്ലേ? അപ്സര പോയില്ലേ? ഏറ്റവും ബെസ്റ്റ് മത്സരാർത്ഥി എന്ന് പറയുന്നത് രതീഷായിരുന്നു. ആദ്യം തന്നെ ഔട്ട് പോയത് അല്ലേ? അത് അദ്ദേഹം തന്നെ പിന്നെ വന്നപ്പോൾ സമ്മതിച്ചല്ലോ, തൻ്റെ കൈ വിട്ടുപോയതാണ്. ഞാനന്ന് കഴിഞ്ഞ സീസണിൽ ഞാൻ പോയപ്പോൾ ശോഭയെടുത്ത് മറ്റു പലർത്തി ഞാൻ പറഞ്ഞു പൊടിക്കൊന്ന് കുറയ്ക്കുക എന്ന്. കഴിഞ്ഞ സീസണിൽ യഥാർത്ഥത്തിൽ വിജയിക്കേണ്ടത് ശോഭയായിരുന്നു. പക്ഷേ അഖിൽമാരാർക്ക് വേണ്ടിയാണ് ഞാൻ വീഡിയോ ഇട്ടത്. പല ഇൻ്റർവ്യൂകളിലും നിങ്ങളുടെ വീഡിയോയിൽ തന്നെ ഞാൻ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിരുന്നത് അഖിൽമാരാർക്കെതിരെയാണ്, അഖിൽമാരാർക്ക് വേണ്ടിയാണ് ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നത്. ഇല്ല, ഞാൻ അപ്പോഴും പറയുന്നു ശോഭ കുറച്ച് പൊടിക്ക് കുറയ്ക്കണമായിരുന്നു. ശോഭ കുറച്ച് പൊടിക്ക് കുറച്ചിരുന്നുവെങ്കിൽ ശോഭ തുടക്കം മുതൽ അവസാനം വരെ ഒറ്റയ്ക്ക് കളിച്ച ആളാണ്. അഖിൽമാരാർ ഒറ്റയ്ക്ക് കളിച്ച ആളല്ല, കളി ഒറ്റയ്ക്ക് തന്നെയാണ് കളിച്ചത്. പക്ഷെ അതിനകത്ത് നിന്നത് ഷിജു എന്ന് പറയുന്ന ഒരു 100 ദിവസം തികച്ച ഒരു വടവൃക്ഷം എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഷെയ്ഡിലും അതുപോലെ തന്നെ 50 ദിവസം കുറേ കാലം വിഷ്ണു എന്ന് പറയുന്ന ഒരു ഇടവും വലവുമായിട്ട് ആർക്കുണ്ടായിരുന്നു? കണ്ടതല്ലേ അഖിൽമാരാർ. ഇല്ലല്ല, അഖിൽമാരാരുടെ ഷെയ്ഡിൽ അവർക്കൊക്കെ ഉണ്ടാവശ്യമില്ല. ഇവരുടെ ഷെയ്ഡിൽ അഖിൽമാരാർക്ക് ധൈര്യം ഉണ്ടായി. 50 ദിവസം വരെ. അല്ലെങ്കിൽ നമുക്ക് തന്നെ നോക്കാം, ഇപ്പോൾ റോക്കി ഇടിച്ചു എന്നൊക്കെ പറയുന്നത് ഇതിനേക്കാൾ മുമ്പേ അഖിൽമാരാർ ആദ്യ സമയങ്ങളിൽ ആ സീസണിൽ എന്തൊക്കെ കാണിച്ചത്? പച്ച തെറികൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ലാലേട്ടൻ പലപ്പോഴും ഇങ്ങനെ തെറികൾ പറയരുതെന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? പല തെറികൾ മ്യൂട്ട് ചെയ്ത് കേൾപ്പിച്ചത് ഏറ്റവും കൂടുതൽ ആ സീസണിലായിരുന്നു. കായ് മായും പായും എല്ലാം ഏറ്റവും കൂടുതൽ വന്നിരുന്നത് അതിനാണ്. ഈ സീസണിൽ കായ് മായും പായും ഒന്നും അത്ര വലുതായിട്ട് വന്നില്ല, കുറച്ചേ വന്നുള്ളൂ. പിന്നെ പലപ്പോഴും ഇങ്ങനെ നാക്കൊക്കെ അടിച്ചുകൊണ്ട് ആക്രമണോത്സവത്തിനായിട്ട് ഇദ്ദേഹം മറ്റു പലരുടെയും മുമ്പിൽ ചെന്നിട്ടില്ലേ? ഇല്ലേ? അത് പറയട്ടെ. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം അസുഖം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി. പുറത്ത് പോയപ്പോൾ തനിക്ക് നെഗറ്റീവ് വരുന്നു, റീച്ച് വിചാരിച്ച കണക്ക് വരുന്നില്ല. ഏതായാലും പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ, ആശുപത്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ, പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരു രീതിയില്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കുറേ ക്ലൂസ് സാധനം കിട്ടും. ഇപ്പം തന്നെ ഈ സീസണിൽ ചിലർ പുറത്ത് പോയി അസുഖമായിട്ട് അറിഞ്ഞിട്ട് തിരിച്ച് കയറി വന്നപ്പോഴത്തേക്ക് ആദ്യം കണ്ടപ്പോൾ റസ്മിൻ ബായി ആദ്യം പോയി തകർത്ത് ഉഗ്രന പെർഫോമൻസ് കാഴ്ചവെച്ചു. അത് കഴിഞ്ഞ് പുറത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് തനിക്ക് വെളിയിൽ നെഗറ്റീവാണെന്ന് മനസ്സിലായി. അപ്പോൾ അതുപോലെ ഈ നേരത്തെ പറഞ്ഞ കക്ഷിയും പുറത്ത് പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം പിന്നെ ഗ്യാസ് ഇല്ലായിരുന്നു. ഒരാൾ അതിനകത്ത് സപ്പോർട്ടായിട്ടുണ്ടാകുന്നത് ഭയങ്കര ഒരു ബലമാണ്. ഞാൻ അതിനകത്ത് 2 വട്ടം പോയ ആളാണ്.
അഖിൽ എന്ന് പറയുന്ന വ്യക്തിക്ക് വിജയിച്ചുവെങ്കിൽ നല്ല കാര്യം, സന്തോഷം, വിജയിയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ അതിൽ കൂടെ സപ്പോർട്ട് ചെയ്തിരുന്ന ഷിജു, അദ്ദേഹത്തിന് വിജയിക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുപോലെ കുറേ നാളുണ്ടായിരുന്ന വിഷ്ണു, ഇവർ രണ്ടുപേരും ഇടവും വലവുമായിട്ട് ഫുള്ളുണ്ട്. എപ്പോഴും കട്ടിലിൽ കിടക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഇവർ ഒരുമിച്ച് തന്നെയായിരുന്നു ചർച്ച ചെയ്തിരുന്നത്. അത് സുമേഷ് കണ്ടായിരുന്നോ? കണ്ടല്ലോ. ആ ചർച്ചയ്ക്ക് ബലം ഉണ്ടാവില്ലേ? എൻ്റെ കൂടെ ത്രൂ ഔട്ട് 100 ദിവസം ആരുണ്ടായിരുന്നു? എൻ്റെ കൂടെ ആരുണ്ടായിരുന്നു 100 ദിവസം? അപ്പോൾ അതുകൊണ്ട് ആ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. വിജയിച്ച ആൾ വിജയിച്ചു, പക്ഷെ ഒരാളുടെ കഴിവുകൊണ്ട് മാത്രമാണ് വിജയിച്ചത്. വെളിയിൽ അദ്ദേഹത്തിന് വേണ്ടി ഞാനും വീഡിയോ ഇട്ടില്ലേ, ഞാനും സപ്പോർട്ട് ചെയ്യില്ലേ. ഒരുപാട് PR വർക്കേഴ്സ് ഉണ്ടായിരുന്നു എന്നും ഇല്ലെന്ന് അതൊന്നും എൻ്റെ വിഷയമല്ല. എനിക്ക് PR ഉണ്ടോ ഇല്ല, അത് എൻ്റെ ജോലിയല്ല. പക്ഷേ നമ്മളെ പോലെയുള്ളവർ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തു, യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഒറ്റയ്ക്ക് കളിച്ച് നേടി എന്ന് പറഞ്ഞിട്ട് അഹങ്കാരം പറയരുത്. ഒറ്റയ്ക്ക് ഒരാളിന് കളിച്ച് ജയിച്ച് ഇറങ്ങണമെങ്കിൽ അത് ഒറ്റയുടെ സ്ട്രാറ്റജിയിലേക്ക് തന്നെ പോകണം. ആ ഒറ്റ നിന്ന ആൾ ശോഭയായിരുന്നു. ശോഭയ്ക്ക് ഒരാൾ കൂട്ടില്ലായിരുന്നു. ശോഭ വിശ്വാസിന് അതിനകത്തൊരൊറ്റ ആൾ കൂട്ടില്ലായിരുന്നു. ഒരാളിനെങ്കിലും കൂട്ടു പറഞ്ഞു? എല്ലാവരുടെയും ശോഭ ഉണ്ടായിരുന്നു, പക്ഷേ ശോഭ ഒറ്റയ്ക്കാണ് കളിച്ചത്. ജുനൈസ് ഒറ്റയ്ക്കാണ് കളിച്ചത്. റെനീഷയ്ക്ക് 2-3 കൂട്ടുണ്ടായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോഴേക്ക് കുറയ്ക്കാൻ ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ക്ലൂസ് അവർക്ക് കൊടുത്തു. പലരും വിശ്വസിച്ചില്ല. അതിൻ്റെ ഫലം അവർ ബാക്കി പലരും അനുഭവിച്ചു. അപ്പോൾ ഒറ്റയ്ക്ക് കളിക്കുക എന്നുള്ളത് തന്നെ ഈ സീസണിൽ ഒറ്റയ്ക്ക് കളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് നോറ. പക്ഷേ നോറ പലപ്പോഴും ഫാബ്രിക്കേറ്റ് ചെയ്യുന്നതായിട്ട് ജനങ്ങൾക്ക് തോന്നുന്നു. അല്ലെങ്കിൽ നോറയുടെ പ്ലാനിങ്ങിൽ പലപ്പോഴും പൊളിച്ചു വരുന്നു. ചിലപ്പം ഫൈനൽ 5 നോറ വരാം. നോറ ഫൈനൽ 5 വരണമെന്ന് ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ നോറ ഈ പറയുന്ന രീതിയിൽ കുറേ ഫാബ്രിക്കേഷൻസ്, അല്ലെങ്കിൽ നോറ അവരോടൊപ്പം ഒന്നും ചേരുന്നില്ല. നോറ പറയുന്ന കാര്യങ്ങൾ ശരി എന്ന് ഉണ്ടെങ്കിൽ അവരെ ഇഷ്ടമാണ്. നോറ പറയുന്നത് തെറ്റായിട്ട് കുറ്റം ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ അവരെ വിട്ടിട്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ പോയിരുന്ന് പറയും. പിന്നെ ബിഗ് ബോസിനെ കൂട്ടുപിടിച്ചിട്ട് പലപ്പോഴും കൺഫെഷൻ റൂമിൽ പോയിരുന്നിട്ട് അവിടെ കേൾക്കുമ്പോൾ തന്നെ അടുത്ത ഫേസിൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ അറിയാം അവിടെയും പോയിരുന്ന് കഴിഞ്ഞ്. കഴിവുള്ള കുട്ടിയാണ് നോറ. പക്ഷേ കൈവിട്ടു പോയ അവസ്ഥ കൊണ്ടാണ് ഫൈനൽ 5 എനിക്ക് പറയാൻ പറ്റാത്തത്. നോറ ഫൈനൽ 5 വരുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞ 1-2 കാര്യങ്ങൾ തിരിച്ചു ചോദിക്കാനുള്ള. പക്ഷേ ജിൻഡോ വിജയിക്കില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ റീസൺ? ജിൻഡോയ്ക്ക് സപ്പോർട്ടേഴ്സൊക്കെ ഉണ്ടാവും. എൻ്റെ കണക്കൂട്ടലനുസരിച്ച് ജാസ്മിൻ വിജയിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അത് തന്നെയാണ് എൻ്റെ അസസ്മെന്റ്. എനിക്ക് തോന്നുന്ന ട്രെൻഡ്, നമ്മൾ വിചാരിക്കുന്ന ആൾ വിജയിക്കണമെന്നൊന്നും ഇല്ല. അവസാനത്തെ വോട്ടിംഗ് പാറ്റേൺ എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ കണക്ക് കുറച്ച് കഴിയുമ്പോൾ ജിൻഡോ അസ്വസ്ഥമാവും. ജിൻഡോ ഏതെങ്കിലും രീതിയിൽ ഇപ്പം ജിൻഡോയ്ക്ക് മസിൽ പവറോ അല്ലെങ്കിൽ മറ്റുള്ളവർ ആക്ട് ചെയ്ത കണക്കൊക്കെ ആക്കിയത് പലപ്പോഴും ജിൻഡോ ഒതുക്കിയതാണ്. എൻ്റെ ആഗ്രഹം ജിൻഡോ വിജയിക്കണമെന്നുള്ളതാണ്. ഞാൻ പല ഇൻ്റർവ്യൂകളും പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ജിൻഡോ വിജയിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് ഞാൻ പറഞ്ഞത്. ജിൻഡോ വിജയിക്കരുതെന്നല്ല പറഞ്ഞത്. 2-3 ചോദ്യങ്ങളുണ്ട്. അതായത് ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിൽ മാരാറിനെ ഇപ്പോൾ ഒരു പരാജയപ്പെട്ട മത്സരാർത്ഥി വന്ന് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു കിട്ടാത്തതിൻ്റെ കൊതിക്കറവാണ് ഈ പറയുന്നവന്മാരെല്ലാം തീർക്കണമെന്ന്. അഖിൽ മാരാറിനെ സംബന്ധിച്ച് എനിക്ക് അദ്ദേഹത്തിന് ഇതിനും പോണതിന് മുന്നേ പരിചയമുണ്ട്. പിന്നീട് കോണ്ടാക്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ അഖിൽ മാരാറിനെ പോലെ ഒരു വ്യക്തി വിജയിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ആ ഷോയിൽ നിന്ന് 100 ദിവസം നിന്ന് കപ്പ് നേടിയ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ ബിഗ് ബോസിന് മുൻപും പിന്നീടും മാറിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് അതുകൊണ്ട് ഗുണങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെയുള്ള ഒരു വ്യക്തി ഇങ്ങനെ ഈ ആരോപണങ്ങൾ, അദ്ദേഹത്തിന് എന്തിൻ്റെ ആവശ്യമാണ്? അദ്ദേഹത്തിന് കിട്ടിയ ഫെയിം കളയുന്നു, അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ടുവന്ന ഒരു ഷോയെ ആ ഷോയിൽ കൂടെ ഇത്രയും എസ്റ്റാബ്ലിഷ് ആവുന്നു അദ്ദേഹം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യൽ സ്ഥിതികൾ മാറുന്നു, അദ്ദേഹം ഒരു സെലിബ്രിറ്റി ഇമേജിലേക്ക് വലിയ രീതിയിൽ കയറുന്നു. അങ്ങനെ കൊണ്ടുവന്ന ഒരു ഷോയെ എതിരെ തന്നെ അദ്ദേഹം വെറുതെ തീയില്ലാതെ പുകയുണ്ടാവുമോ? അദ്ദേഹം വെറുതെ അദ്ദേഹത്തിന് പറയേണ്ട ഒരു കാര്യം. സുമേഷേ, ഒരു റിയാലിറ്റി ഷോയിൽ പോയി വിന്നർ ആയതുകൊണ്ടോ കിരീടം കൊണ്ടുവന്നോ ഒന്നും ഒരാൾ വിജയിക്കില്ല. ഒരാൾ ജീവിതത്തിൽ വിജയിക്കുന്നോ ഇല്ലയോ എന്നറിയാൻ കുറേ സമയം കൂടെ കാത്തിരിക്കേണ്ടി വരും. ജീവിത വിജയം എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നും നടക്കുന്ന സാധനമൊന്നും. ഞാനതാ പറഞ്ഞത്. അപ്പം ആ പറഞ്ഞ വിജയിച്ച് നിൽക്കുന്ന ആളെന്നുള്ളതിന് ആ ഷോയിൽ നിന്ന് വിന്നറായി പുറത്തു വന്നു, സന്തോഷം. അതിന് എൻ്റെ ഊർജ്ജമുണ്ട്, എൻ്റെയും വിയർപ്പ് അതിനകത്തുണ്ട്, സന്തോഷമുള്ള കാര്യം. അതിന് ക്രെഡിറ്റ് എടുക്കാൻ നിൽക്കുന്ന ആളൊന്നുമല്ല ഞാൻ. പക്ഷേ ഇതാണ് അൾട്ടിമേറ്റ് എന്ന് വിചാരിച്ച് കളയരുത്. അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് ജീവിതം വിജയിച്ചു എന്ന് വരരുത്. ആ ഉണ്ടാക്കിയ ഫെയിം അല്ലെങ്കിൽ ആ വിജയത്തിൻ്റെ മാറ്റ് അദ്ദേഹം നഷ്ടപ്പെടുത്തരുതെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് സഹോദര തുല്യമായ ഒരു വാത്സല്യം കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അതിലൊരു ഷോയിൽ വിജയിച്ചതുകൊണ്ട് അദ്ദേഹം പറയുന്ന വാക്കുകളെല്ലാം ശരിയാണ്, സത്യമാണെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഇദ്ദേഹം ഷോയിൽ പോണതിന് മുമ്പ് പറഞ്ഞ ഡയലോഗ് എന്തായിരുന്നു? സത്യം അങ്ങനെയല്ല. ഞാൻ ചോദിക്കട്ടെ സുമേഷേ, നിന്നെ ഒരാൾ വിശ്വസിക്കണമെങ്കിൽ നീ പറയുന്ന വാക്കുകളുടെയും പ്രവൃത്തികളിലും എല്ലാം സത്യസന്ധത ഉണ്ടാവണം. മനസ്സിലായോ? അപ്പോൾ ഈ ഷോയ്ക്ക് പോണതിന് മുമ്പ് എങ്ങനെയായിരുന്നു?
ഷോയിൽ എങ്ങനെയായിരുന്നു, ഷോ കഴിഞ്ഞിറങ്ങി വന്നതിന് ശേഷം നേച്ചർ എന്തായിരുന്നു, ഇങ്ങനെ ഇതെല്ലാം നമ്മൾ സ്റ്റഡി ചെയ്ത് നോക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചും ലൈറ്റാക്കിയും ന്യൂട്രലാക്കിയും ഇത് പറയുമ്പോൾ ആ പറച്ചിലുകളിൽ വേരിയേഷൻ വരുമ്പോഴത്തേക്ക് നമുക്കെങ്ങനെ ഒരു വിജയിയായിട്ട് പറയാൻ പറ്റും? കപ്പ് നേടി സന്തോഷം, അത് ആ കപ്പ് നേടാതെ പോകാനും പറ്റുമായിരുന്നു. ശോഭ വിശ്വനാഥ് യഥാർത്ഥത്തിൽ പുറത്താക്കണമെന്ന ഒറ്റ കട്ടയ്ക്ക് നിന്നിരുന്നുവെങ്കിൽ ഇദ്ദേഹം പാതി വഴിക്ക് പുറത്ത് പോകേണ്ടി വരില്ലായിരുന്നു. അപ്പം വിജയ് വേറൊരാളാവില്ലായിരുന്നു. അപ്പം ഇതൊക്കെ അതൊന്നും നമ്മൾ കുറച്ച് കാണാൻ പാടില്ല. എന്തിനാണ് മറ്റുള്ളവരെ നമ്മൾ കുറച്ച് കാണുന്നത്? ഞാൻ മാത്രമാണ് കേമൻ. അല്ല, അങ്ങനല്ല. ഇപ്പൊ പറഞ്ഞതൊരു അതൊരു എന്താണ്, നമുക്ക് നിലനിൽക്കാത്തൊരു സ്റ്റേറ്റ്മെന്റ് അല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇങ്ങനെ അവിടെ നടന്ന സംഭവമാണ്, അത് അവിടെ നടന്ന സംഭവമാണ്. അപ്പൊ അവരോട് നന്ദി വേണം, എല്ലാരോടും നന്ദി വേണം. നമ്മളെ ഇവിടം വരെ കൊണ്ടെത്തിച്ച വ്യക്തികളോടൊക്കെ നമുക്കൊരു നന്ദി ഉണ്ടാവണം. പക്ഷെ എന്നും പറഞ്ഞ് വായടച്ചിരിക്കാൻ പറ്റും? വാടക്കണ്ട, സത്യങ്ങൾ പറയുക. അദ്ദേഹം പറഞ്ഞ സത്യമല്ല എന്ന് പറയാൻ ഏത് സത്യമാണ് സുമേഷ് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം ഷോയിൽ പോണതിന് മുമ്പ് ഈ ഷോയെക്കുറിച്ച് മഹാമോശമായിട്ടാണ് പറഞ്ഞത്. ഇതാണോ സത്യം? ആണോ? ഈ ഷോയിൽ നിന്നുകൊണ്ട് ഈ ഷോയെ ഒരുപാട് പൊക്കി പറഞ്ഞു. അതാണോ സത്യം? ഇത് കഴിഞ്ഞ് തിരിച്ചിറങ്ങി വന്നിട്ട് ഇതിന് മുമ്പ് ചിലർ പറഞ്ഞ പോലെ ഷോയെക്കുറിച്ച് കുറ്റം പറയുന്നു, ഷോയിൽ പലതിനെയും കുറിച്ച് കുറ്റം പറയുന്നു. അതാണോ സത്യം? ഏത് സത്യമാണ് സുമേഷ് എടുക്കേണ്ടത്? ഇപ്പൊ ഒരു നിയമവ്യവസ്ഥയിൽ തന്നെ പറയുന്നുണ്ട്, ഒരാളുടെ മുൻകാല കുറ്റകൃത്യം അദ്ദേഹത്തിന് അങ്ങനെ പശ്ചാത്തലം ഉണ്ടെങ്കിൽ ഇപ്പൊ അദ്ദേഹം കുറ്റം ചെയ്തതിന് അതൊരു കാര്യമല്ല എന്ന് നിയമവ്യവസ്ഥ തന്നെ നമ്മുടെ പറയുന്നുണ്ട്. അതുവരെ നമുക്ക് എങ്ങനെ ഒരാളെ അളക്കാൻ പറ്റും? അദ്ദേഹം നമ്മുടെ ഈ ചർച്ചയിൽ നമ്മളൊരു വ്യക്തിയല്ല പറയുക, ആശയങ്ങളെയാണ് പറയുന്നത്. ആശയങ്ങൾ മനസ്സിലായി? ഒരു രാഷ്ട്രീയക്കാരൻ്റെ അല്ലെങ്കിൽ നമുക്കറിയാം പലപ്പോഴും മാറ്റിയും തിരിച്ചും പറയുന്നവരാണ് കുറേ രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത്. എലക്ഷന് മുമ്പ് ഒന്നായിരിക്കും, എലക്ഷൻ നടക്കുമ്പോൾ ഒന്നായിരിക്കും, എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മറ്റൊന്നായിരിക്കും. നമ്മൾ അനുഭവിക്കുന്നതല്ലേ തന്നല്ലോ? ആണോ അല്ലേ? വാതുറന്ന് പറ സുമേഷേ. ആണ്. അങ്ങനെ വരുമ്പോൾ രാഷ്ട്രീയക്കാരന്മാർക്ക് നമുക്ക് വിശ്വാസം വരണമെങ്കിൽ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ആ പറഞ്ഞത് തെളിയിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ്, അത് ക്ലിയർ ആക്കുമ്പോഴുമാണ് നമുക്ക് ആ വിശ്വാസ്യത ഉണ്ടാകുന്നത്. അല്ലാതെ ലൈംലൈറ്റ് നിൽക്കാൻ വേണ്ടി ചുമ്മാ വാക്കുകൾ പറയുകയും എന്തെങ്കിലുമൊക്കെ ഗുണ്ടുകൾ പൊട്ടിക്കുകയും അങ്ങനെ പൊട്ടിച്ച് നടന്ന് മറ്റു പലർക്കും അത് വിഷമങ്ങളുണ്ടായി. എന്താണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത്? അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരനും സുഖമായി വരണം എന്നാണ്. ഈ പറയുന്ന കുറേ വാക്കുകൾ കൊണ്ട് അപരന്മാർക്കും അപരകൾക്കും മറ്റു പലർക്കും സുഖം തന്നെയാണോ വരുന്നത്? എത്രയോ പേർക്ക് ദുഃഖം ഉണ്ടാകുന്ന രീതിയിലുള്ള വാക്കാണ് പറഞ്ഞത്. മറ്റുള്ളവർക്ക് ദുഃഖം ഉണ്ടാകുന്ന വാക്ക് പറഞ്ഞിട്ട് താൻ കേമനാണ് എന്ന് ഏതൊരു പെണ്ണോ ഏതൊരു പുരുഷനോ പറയുന്നതിനോട് എനിക്ക് സപ്പോർട്ടൊന്നുമില്ല. ഇത്തവണത്തെ സീസണിൽ ഏറ്റവും കൂടുതൽ പഴി കേട്ട അല്ലെങ്കിൽ നെഗറ്റീവ് ഇമേജ് സമ്പാദിച്ചു കൂട്ടിയ ഒരു മത്സരാർത്ഥിയാണ് ജാസ്മിൻ. അവരുടെ ഒരു കോംബോ വരുന്നു ഗബ്രി എന്ന് പറയുന്ന മത്സരാർത്ഥിയൊക്കെ ആയിട്ട്. അപ്പം അത് പിന്നീട് അതിൻ്റെ അകത്ത് തന്നെ ഒരു ആരോപണം വന്നിട്ടുണ്ട്. ഇവർ പുറത്തുനിന്ന് അറിഞ്ഞ്, ജിൻഡോ തന്നെയാണ് ആരോപണം ഉന്നയിച്ചത്, പുറത്തുനിന്ന് ഇവർ പരിചയപ്പെട്ട് നമുക്കൊരു കോംബോ ആയിട്ട് പിടിച്ചു പോകാം എന്ന് പറഞ്ഞ് ജിൻഡോ തന്നെ അതിൽ പറയുന്നത് ഓൾറെഡി കയറുന്നതിന് മുന്നേ ഫോൺ കോൾ വന്നു എന്നുള്ളത്. അത് കണ്ടിരുന്നു ഒരുപാട് നെഗറ്റീവ്. എനിക്ക് തോന്നുന്നു ആ ഒരു മത്സരാർത്ഥി പുറത്തു പോകാൻ തന്നെ റീസൺ ആ ഒരു കോമ്പിനേഷൻ പിടിച്ചാണെന്ന് തോന്നുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേക മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് ബിഗ് ബോസുകൾ അവരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം ബിഗ് ബോസ് മുമ്പോട്ട് പോകുന്നു പറഞ്ഞിട്ടാണ് ഒരുപാട് കമന്റ്സും ഒരുപാട് ചർച്ചകളും നടക്കുന്ന ആ ഒരു ടോപ്പിക്കാണ് കണ്ടിരുന്നത്. അവരുടെ കോമ്പിനേഷനും എന്താണ് പറയാനുള്ളത്? ശരിക്കും അവരാണ് ഏറ്റവും കൂടുതൽ വാർത്തോട്ടത്തിൽ പോയി ഇരിക്കുന്നു എന്ന് പറയുന്നത്. ഞാൻ ഈ സീസൺ 6 ഇപ്പം ഞാനൊരു ഗ്രേഡിങ് നടത്തി നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ സീസൺ 1 തൊട്ട് നോക്കിയാൽ അതിൽ ഞാൻ A ഗ്രേഡ് കൊടുത്ത നമ്മുടെ സീസൺ B, ദെൻ C, ദെൻ D, E, F, അങ്ങനെ ഓരോ സീസൺ കഴിഞ്ഞ് വരുമ്പോഴും ഇതിൻ്റെ ഗ്രാഫ് താഴേക്കാണ് വരുന്നത്. ക്വാളിറ്റി, ഈ ഷോയുടെ ക്വാളിറ്റി ഏറ്റവും കുറഞ്ഞ ഒരു സീസണാണ് സീസൺ 6. പക്ഷെ നല്ല മത്സരാർത്ഥികളാണ് എല്ലാവരും. ആരെ സൂചിപ്പിച്ച് പറയുന്നതല്ല. ആക്ച്വലി വിന്നറാവേണ്ട ആളാരാണെന്നറിയാമോ? ഗബ്രിയാണ്. ഗബ്രി ഒറ്റയ്ക്ക് കളിച്ചിരുന്നുവെങ്കിൽ ഗബ്രിയെ പോലെ ഒരു മത്സരാർത്ഥി അതിനകത്തില്ല. ഗബ്രിക്ക് ഈ ഒരു ഉഡായിപ്പിൻ്റെ ഇടയിൽ പോയി വീഴേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് തോന്നിയിരുന്നു. ഉഡായിപ്പ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയാണോ ഉദ്ദേശിച്ചത്? ആ വ്യക്തിയല്ല ഞാൻ പറഞ്ഞത്. ഈ കോമ്പിനേഷൻ പാറ്റേണുകൾ എന്ന് പറയുന്ന കോംബോകളുടെ ആവശ്യമുണ്ടായിരുന്നോ? ഈ ഒരു തരത്തിൽ പോവേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നു. ഗബ്രി ഒറ്റയ്ക്ക് നിന്നാൽ മതിയായിരുന്നു. മനസ്സിലായോ? എനിക്ക് ഗബ്രിയെ നല്ല ഇഷ്ടമാണ്. ഞാനും ഗബ്രിയെ കണ്ടിട്ട് പോലും ഇല്ല, പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമാണ്.
പുള്ളി ഒറ്റയ്ക്ക് നിന്നാൽ മതിയായിരുന്നു. ഇപ്പം ഈ നെഗറ്റീവിന് സമ്പാദിച്ച് കൂട്ടാൻ ഈ കൂട്ടുനിന്ന് ഈ അവസ്ഥയായി. 2, ഈ ഷോയിൽ ഏറ്റവും കൂടുതൽ അവർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് സുമേഷ് ഉൾപ്പെടെ പലരും എന്നോട് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഈ ഷോയുടെ നിലവാരം കുറഞ്ഞുവെങ്കിലും TRP എന്ന് പറഞ്ഞ റേറ്റിങ്ങും ക്യാഷും ഒക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. ആര് കാരണം? നമ്മൾ ഈ വാഴത്തോപ്പിൽ നാളെ ഇനി എന്ത് സംഭവിക്കും എന്ന ഉത്കണ്ഠയിൽ ഞാനും നീ എല്ലാം ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂസ് ആയി കയറി ആകാംക്ഷയോടെ കണ്ടുകൊണ്ടിരുന്നു. ഇതൊരു സൈക്കോളജിക്കൽ ഗെയിമും കൂടെയാണ്. അപ്പോൾ ജനം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അപ്പുറത്ത് അൻസിബ എന്ന നല്ല ക്വാളിറ്റിയിൽ കളിക്കുന്ന നോക്കിക്കഴിഞ്ഞാൽ A to Z അതിൻ്റെ സംസ്കാരം വിടാതെ ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്തു പോകുന്ന, പക്ഷേ ഈ പറയുന്ന കണക്ക് ഈ അഭ്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അൻസിബയുടെ അടുത്തേക്ക് ക്യാമറ പോയിരുന്നാൽ അത് കാണാനായിരിക്കും നമ്മൾ കൂടുതൽ താല്പര്യപ്പെടുക. ഇവിടെ ഇനി എന്താണ് അടുത്ത കലാപരിപാടി? അടിയാണോ അതോ കടിയാണോ അതോ പിടിയാണോ അതോ ഇടിയാണോ? ഇവിടെ ഇനി എന്ത് എന്ന് നോക്കുമ്പോൾ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ വേണ്ട സംഗതികളാണ് ഒരു മാർക്കറ്റിംഗ്. ഈ ചാനൽ യൂട്യൂബ് നടത്തുന്ന നിങ്ങൾ പ്രൊഡ്യൂസറിനെ പോലെയുള്ള സുമേഷിനെ പോലെയുള്ള ആളിനറിയാൽ ഏറ്റവും ബെസ്റ്റ് എടുക്കുക, കൊടുക്കുക. ഇതാണ് നേരത്തെ നമ്മൾ ചർച്ച ചെയ്താൽ പറഞ്ഞത്. അപ്പം ജനങ്ങളിൽ ധാരാളം പേർക്ക് വേണ്ട കണ്ടൻറ്റ്, പക്ഷേ ധാരാളം പേർക്കല്ല, യൂത്തിന് അല്ലെങ്കിൽ കൗമാരപ്രായക്കാർക്കാണ് അത് കൂടുതൽ താല്പര്യപ്പെട്ടത്. പക്ഷേ ഫാമിലി ഓഡിയൻസ് അത് വെറുത്തു. കുഞ്ഞുങ്ങളിരുന്ന് കാണുന്ന ഷോ, അമ്മമാരും അച്ഛന്മാരും ഇരിക്കുന്ന ഷോ, അവരത് ഓഫ് ചെയ്തിട്ട് പോയി. 2 പേരെയും കൂടെ കൺസിഡർ ചെയ്തിരുന്നുവെങ്കിൽ അത്രത്തോളം കാണിക്കണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാമായിരുന്നു. മനസ്സിലായില്ലേ? പക്ഷേ നേരത്തെ പറഞ്ഞ നമുക്ക് മാർക്കറ്റിംഗ് ആണ് പ്രധാനമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് കൂടുതൽ ഏരിയ കൊടുത്തു. ആ സമയത്ത് ജിൻ്റെപ്പം ഡമ്പൽ എടുത്ത് വെച്ച് കളിക്കുന്നത് കാണിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ജിൻ്റെപ്പൻ അവിടെ ആഹാരം ഉണ്ടാക്കുന്നത് കാണിക്കാൻ പറ്റുമോ? ഇല്ല. ഇതാണ് ആവശ്യം. പക്ഷേ സുമേഷ് ചോദിച്ചതിനോടൊപ്പം തന്നെ എന്നോട് പറയാം, ഈ ഷോയിൽ ഞാനിപ്പം ഏഷ്യാനെറ്റിനെയോ അല്ലെങ്കിൽ എൻ്റെ ബിഗ് ബോസ് ഡയറക്ടേഴ്സിനെയോ സപ്പോർട്ട് ചെയ്ത് ഒന്നുമല്ല ഞാൻ ഇത്രയും നേരം സംസാരിച്ചത്. ഈ ഷോ നശിക്കാൻ പാടില്ല. കാരണം എന്നെ ഞാനാക്കിയതും എനിക്കൊരു പ്ലാറ്റ്ഫോം തന്നതും എന്നെ മൊത്തത്തിൽ ജനങ്ങളെ അറിയിച്ചു കൊടുത്തതുമായ ഷോയോട് എനിക്ക് നന്ദിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഷോയുടെ നിലവാരം താഴേക്ക് പോകാൻ ഞാൻ അനുവദിക്കില്ല. ഈ സീസൺ നിലവാരം താഴേക്ക് പോയതിൻ്റെ ഉത്തരവാദികൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിൻ്റെ പുറകിലുണ്ടായിരുന്ന ഡയറക്ടേഴ്സ് കുറച്ചുകൂടെ ശ്രദ്ധ പുലർത്തണമായിരുന്നു. ഇത് നിലവാരം താഴോട്ട് പോയ കാര്യം കേൾക്കണമെങ്കിൽ ഞാൻ ഓരോന്നായിട്ട് കേൾപ്പിച്ചു തരാം. ഇത് ഞാൻ പറയുന്നത് ഷോക്കെതിരെയാണ്. ഷോക്കെതിരെ പറയുകയാണ് ഞാൻ. 1, സീസൺ 2 ഞങ്ങളെയൊക്കെ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്നോടൊപ്പം ഏതൊക്കെ മത്സരാർത്ഥികളാണുള്ളതെന്ന് ABC ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അപ്പം രഹസ്യ സ്വഭാവം, സീക്രസി അത്രയും കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തു. ഇപ്പം സുമേഷ് ചോദിച്ച പോലെ ഇവർക്ക് സെലക്ഷൻ കിട്ടിയ സമയത്ത് തന്നെ ഇവർ കുറേ പേർ പുറത്ത് പദ്ധതികളും പ്ലാനുകളും ഗെയിമുകളും എല്ലാം സെറ്റ് ചെയ്തു അല്ലേ? ഇപ്പം പറഞ്ഞല്ലേ, ജിൻ്റെപ്പൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറയിൽ വന്ന് പറഞ്ഞതാണ് ജിൻ്റെപ്പൻ ഇവർ 4 പേര് പുറത്ത് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് വന്നതെന്ന് ഞാനും കണ്ടതാണ്. അതെ. അപ്പം ഈ സംഭവം പുറത്ത് പ്ലാൻ അപ്പോൾ ഇത് പുറത്തറിഞ്ഞില്ലേ? യഥാർത്ഥത്തിൽ ഈ ചാനലിനോ അല്ലെങ്കിൽ ഈ ഷോക്കാർക്ക് അവരെ വാൺ ചെയ്യുകയോ നിങ്ങളിത് പബ്ലിക്കാക്കിയതുകൊണ്ട് രഹസ്യ സ്വഭാവം വിട്ടതുകൊണ്ട് നിങ്ങളെ ക്യാൻസൽ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരാളിനെയെങ്കിലും സെലക്ട് ചെയ്തതെന്ന് കട്ട് ചെയ്ത് കളഞ്ഞിരുന്നെങ്കിൽ മറ്റുള്ളവർക്കൊരു പേടിയുണ്ടാവുമായിരുന്നു. അത് ചെയ്തില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഇവർക്ക് പുറത്ത് ഇതെല്ലാം പ്ലാൻ ചെയ്യാൻ, പിന്നെ കൂടാതെ PR വർക്കിനുള്ള അവസരം ഉണ്ടായി. ഇപ്പോൾ ഓരോ വീഡിയോകളായിട്ട് വരണ കണ്ടില്ലേ? പോകുന്നതിന് മുമ്പ് പലരും സെറ്റ് ചെയ്തതും പിന്നെ പറഞ്ഞതും പിന്നെ വീട്ടുകാർ പറഞ്ഞതുമായിട്ടുള്ള കുറേ സാധനം വരുന്നില്ലേ അല്ലേ? അപ്പോൾ ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിൽ ഈ മത്സരാർത്ഥികൾ മാറി. അവിടെയാണ് നേരത്തെ സുമേഷ് എന്നോട് ചോദിച്ചത്, സാർ എന്തുകൊണ്ട് ഈ വാഴത്തോട്ടത്തിനെ എതിർക്കുന്നു എന്ന്. വാഴത്തോട്ടത്തിൽ ട്രൂ ഫ്രണ്ട്ഷിപ്പായിരുന്നു നടന്നിരുന്നതെങ്കിൽ ഞാൻ എതിർക്കത്തില്ല. നിൻ്റെ പ്രണയം അത് സത്യമാണ്, ശുദ്ധമാണെന്നെങ്കിൽ അതിന് കൊട പിടിക്കാൻ ഞാനുണ്ടാവും. പക്ഷേ ഉഡായിപ്പ് പരിപാടിയായിട്ട് വരരുത്. ഞാൻ 18 വർഷം ചാനൽ ചർച്ചയിൽ ഉഡായിപ്പുകൾക്കെതിരെ ഫൈറ്റ് ചെയ്ത ആളാണ്. ഇപ്പം നിർത്തിവെച്ചു. ഇവിടെ എന്ന് പറയുന്നത് വെളിയിൽ വെച്ച് പ്ലാൻ ചെയ്തിട്ട് ഇതിനകത്ത് വന്ന് 3-ാമത്തെ ദിവസം കഴിഞ്ഞ് 4-ാമത്തേൽ സെറ്റ് ചെയ്ത് പ്രണയ പദ്ധതി പ്രണയമാണ് അല്ലേ ആണ്. ഇത് നമ്മളെന്താ മണ്ടന്മാരാക്കുന്ന രീതിയിൽ പ്രതികരിക്കാത്ത ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്, വെറുത്തവർ. ഞങ്ങളെപ്പോലെയുള്ളവർ പ്രതികരിക്കുന്നു. അപ്പോൾ ആ ഒരെണ്ണം തെറ്റിദ്ധരിപ്പിച്ചു ജനങ്ങളെ. അടുത്ത 2-ാമത്തെ സംഭവം, പുറത്തുള്ള കാര്യങ്ങൾ പലതും അകത്തറിയുന്നു, അകത്തുള്ള കാര്യങ്ങൾ പലതും പുറത്തറിയുന്നു.
സീസൺ 2-ലോ 3-ലോ ഒന്നും അടുത്തിനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതൊന്നും പുറത്ത് അറിഞ്ഞിരുന്നില്ല. ഇന്ന് നിങ്ങൾ യൂട്യൂബേഴ്സ് പലരും അറിയില്ലേ, നാളെ സംഭവിക്കാൻ ആരാണ് കയറാൻ പോകുന്നതെന്നുള്ളത് ഇന്നേ നിങ്ങളുടെ കൂട്ടുകാർ പലരും ഇടുന്നു. അതെങ്ങനെ? അപ്പോൾ അത് അതിനകത്തുനിന്ന് ന്യൂസ് ചോരുന്നതുകൊണ്ട് തന്നെ അല്ലേ? ഞാൻ ഞെട്ടിപ്പോയി കഴിഞ്ഞ ദിവസം. അടുത്ത ദിവസം കയറുന്ന ആൾക്കാർ ഇവരാണ്. അങ്ങനെ ആവുമോ? ഇതെങ്ങനെ പുറത്തു വന്നു? ഞാൻ കാത്തിരുന്നു നോക്കി. വളരെ കറക്റ്റാണ്. അപ്പം ഷോയുടെ അകത്ത് നിന്ന് ആരോ തുരപ്പന്മാർ അല്ലെങ്കിൽ ന്യൂസുകൾ ഈ തുടങ്ങിയ സമയം തൊട്ട് പുറത്തേക്ക് വിട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ ഷോയെ പൊളിക്കാൻ ആരൊക്കെ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അതുണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ വൈൽഡ് കാർഡ് കയറി ചെല്ലുമ്പോഴത്തേക്ക് പുറത്തുള്ള കാര്യങ്ങൾ കുറേ പേർ കൊടുക്കുന്നു. പുറത്തു നിന്ന് അകത്തേക്ക് വരുന്ന ഡ്രസ്സ് ഉൾപ്പെടെയുള്ള പല സാധനങ്ങളിലും അത് കൂടുതൽ സ്ക്രീൻ ചെയ്യേണ്ടതാണ്. പുറത്തുള്ള സാധനങ്ങളുടെ പല ഇൻഡിക്കേഷൻസും ഉണ്ടാകുന്നുണ്ടോ ഇല്ലയെന്ന് കൂടുതൽ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യുന്ന ഉണ്ടാവും, പക്ഷേ അതിനെയും കടത്തി വെട്ടി ന്യൂസുകൾ അകത്തേക്ക് കടന്നു. അതുകൊണ്ടാണ് അകത്തുള്ള പലരും പറയുന്നത്. കഴിഞ്ഞ സീസണിലും അതുണ്ടായിരുന്നു, ഈ സീസണിലും ഉണ്ടായിരുന്നു. പുറത്തുള്ള കാര്യങ്ങൾ അകത്തുള്ളവർ കറക്റ്റായിട്ട് പറയുന്നു. ദിവ്യദൃഷ്ടി ഉണ്ടാവാൻ ദൈവപുത്രന്മാരും പുത്രികളും ഒന്നും അല്ലല്ലോ ബിഗ് ബോസ് ഷോയിൽ കളിക്കുന്നത്. ആണെങ്കിൽ ശരി, സമ്മതിച്ചു. അത്ഭുതങ്ങൾ പ്രവചിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ. അപ്പോൾ പല കോഡിംഗ് പാറ്റേണുകളിൽ ഈ സാധനങ്ങൾ നടക്കുന്നു. അവിടെയും ലൂപ്പ് ഹോളുണ്ട്. 4, പുറത്തുനിന്ന് വന്ന ഇതുപോലെ ഏത് സീസണിലാണ് ബിഗ് ബോസിൻ്റെ കൺഫെഷൻ റൂം ബെഡ്റൂം പോലെ എന്ന് വെച്ചാൽ അവിടെ കയറി കിടന്നുറങ്ങുന്ന കണക്ക് കിടക്കാനുള്ള അവസരം ഉണ്ടായി കൊടുത്തത്? ഞങ്ങളുമൊക്കെ കൺഫെഷൻ റൂമിൽ ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് ഇരുന്നത്. കഴിഞ്ഞ സീസൺ തൊട്ടാണ് കൺഫെഷൻ റൂമിൽ ബിഗ് ബോസിനെ പോലും മുതലാളിയെന്ന ഏതൊക്കെ വാക്കുകൾ ഉപയോഗിച്ചാണ് വിളിക്കുക. ഞങ്ങളൊക്കെ എത്ര റെസ്പെക്റ്റ് ആയിട്ടാണ് ബോസ് എന്ന് പറഞ്ഞിരുന്നത്. ഇവിടെ കഴിഞ്ഞ വർഷം തൊട്ട് വലിയ മുതലാളി, ചെറിയ മുതലാളി, അല്ലെങ്കിൽ വേറെ ഏതൊക്കെ വാക്കുകളൊക്കെയാണ് ബിഗ് ബോസിനെ വിളിച്ച് അത് ഒരു വിലയില്ലാത്ത രീതിയിലാക്കുന്ന തരത്തിൽ കണ്ടത്. അവിടെയൊന്നും വാണിംഗ് കണ്ടില്ല. അടുത്ത് ഈ കൺഫെഷൻ റൂമിനകത്ത് ത്രൂ ഔട്ട് പോയി പറയുന്നതിനനുസരിച്ച് വിളിക്കുക. അവിടെ കയറിയെന്ന് ബിഗ് ബോസുമായിട്ട് പഞ്ചാര അടിക്കുന്ന അല്ലെങ്കിൽ ബിഗ് ബോസിനെ പറഞ്ഞ് ഗെയിം കളിപ്പിക്കുന്ന രീതിയിൽ പോയിരുന്നു. കണ്ടില്ലേ, നോറ പോയി ഇടയ്ക്ക് പലപ്പോഴും കയറി. ചിലർ അതിനകത്ത് കയറിയതിന് ശേഷം അതിനകത്തിരുന്ന് കരച്ചിൽ, ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞോട്ടെ. ഇതല്ല, അവിടെ കിടക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, മറിയും. ഇതൊക്കെയാണോ ബിഗ് ബോസ് ഷോയ്ക്ക് ഈ കൺഫെഷൻ റൂമിനകത്ത് നടക്കേണ്ടത്? അത്രയും സ്വാതന്ത്ര്യം കൊടുത്തു. ഇവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മത്സരാർത്ഥി എൻ്റെ അടുത്ത സുഹൃത്തുമായിട്ടുള്ള ആര്യ, സീസൺ 2-ൽ ആര്യ തന്നെ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും കിട്ടാത്ത കുറേ പ്രിവിലേജുകൾ, കുറേ പരിഗണനകൾ സീസൺ 6-ൽ ചിലർക്ക് കൊടുക്കുന്നു. തെറ്റാണ്. ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഷോ തകരാതിരിക്കാൻ വേണ്ടിയാണ്. അടുത്തത് 5, പുറത്തുനിന്ന് വരുന്ന രക്ഷകർത്താക്കൾ, പാരൻസ് ഫുഡൊക്കെ കൊണ്ടുവരുന്നത് കൊടുക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ വെളിയിൽ നിന്ന് ഒരാളിൻ്റെ അത്ര വലിപ്പമുള്ള പാവയായിട്ട് കയറി വരിക, വേറെ ചെറിയ പാവകളുമായിട്ട് വരിക. അപ്പോൾ 2-3 പേർക്ക് പാരൻസ്, അമ്മ, അച്ഛന്മാർ കൊണ്ടുവന്ന് ഈ പാവകളും സാധനങ്ങളും അവർക്ക് കയ്യിൽ പിടിക്കാനായിട്ട് കൊടുത്തിട്ട് പോകുമ്പം ഇത് കിട്ടാത്ത ബാക്കി മത്സരാർത്ഥികളോട് ചെയ്യുന്നത് നീതിയാണോ? ആണോ? പറയൂ. പേഴ്സണൽ ചോയ്സ് ആണല്ലോ. അതങ്ങനെ വെളിയിൽ നിന്നുള്ള സാധനം പുറത്തു കൊണ്ടുവന്നാൽ ഈ പാവയിൽ രഹസ്യ സ്വഭാവമുള്ള എന്തെങ്കിലും ഉണ്ടായിക്കൂടെ? അവർക്ക് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്തത്. അപ്പോൾ പുറത്തുനിന്നുള്ള ഒന്നും കൊടുക്കാൻ പാടില്ല എന്നുള്ളതല്ലേ വേണ്ടത്? അതല്ലേ വേണ്ടത്? നീതിപൂർവ്വം പറയൂ. അടുത്തത് ഈ സീസണിലെ ഒരാളിന് 6-മത്തത് വെളിയിൽ നിന്ന് ഒരു മാല കൊണ്ടുവന്നു. അത് ഒരു പാരൻറ്റ് അകത്ത് വന്നിട്ട് അകത്തുള്ള ആരോ കൊടുത്ത സാധനത്തിൻ്റെ എല്ലാം തിരിച്ചു വാങ്ങിച്ച് കൊണ്ടുപോയിട്ട് അത് ബിഗ് ബോസിന് വാങ്ങിച്ചു വയ്ക്കാന്നുള്ളതല്ലേ ഉള്ളൂ. അത് തിരിച്ചു വാങ്ങിച്ചിട്ട് പുറത്ത് നിന്ന് കൊണ്ടുവന്ന മാല, അത് ഓതിയതാണോ ഓതാത്താണോ പ്രാർത്ഥിച്ചാണോ പ്രാർത്ഥിക്കാതൊന്നും ഒരു വിഷയമല്ല. എന്തായാലും ഒരു സത്യവിശ്വാസി, ഞാൻ സത്യവിശ്വാസിയാണ്. ഒരു കപടവിശ്വാസി ആരെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. നാക്കെടുത്താൽ കള്ളം പറയുക, വിശ്വസിച്ചാൽ വഞ്ചിക്കുക, കരാർ ചെയ്താൽ ലംഘിക്കുക, പിണങ്ങിയാൽ അധർമ്മം പ്രവർത്തിക്കുക. ഇതിൽ പലരും നാക്കെടുത്താൽ കള്ളം പറയുന്ന കഥാപാത്രങ്ങൾ, മാറ്റി മാറ്റി കള്ളങ്ങൾ പറയുന്ന കഥാപാത്രങ്ങളാണ് ചിലർ. വ്യക്തികളുടെ പേര് പറയേണ്ട, ചിലർ, ഒരാളല്ല, ഒന്നിലധികം പേർ. അപ്പോൾ ഈ പറയുന്ന രക്ഷകർത്താവിൽ ഒരു രക്ഷകർത്താവ് വെളിയിൽ നിന്ന് മാല കൊണ്ടുവരിക, ആ മാല ആ മത്സരാർത്ഥിയുടെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കുക, കെട്ടിക്കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ മാലയിൽ ഒരു എനർജി ലെവൽ, ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്ന ഒരു എനർജി ലെവൽ കളിയും കൂടെയാണ്. അത് വളരെ കുറച്ച് പേർക്ക് മാത്രം അറിയാൻ പറ്റുന്നൊരു സാധനമാണ്. ഒരു പ്രത്യേകതരം എനർജി അതിനകത്ത് ലോഡറ്റാണ്. പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അതിന് ബ്ലാക്ക് എനർജിയാണോ ബ്ലാക്ക് മാജിക് അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളൊന്ന് ഹീറ്റായി കഴിഞ്ഞാൽ ഓവർ ഹീറ്റ് ആവുന്നതും അതൊക്കെ പ്രത്യേക രീതിയിലുള്ള എനർജി കളികളുടെ ലെവലുണ്ടെന്ന് ഞാൻ അനുഭവപ്പെട്ടിട്ടുള്ള ആളാണ്. ചിലൊക്കെ നമ്മൾ ചെയ്ത് കഴിയും നമുക്ക് പോലും അറിയില്ല ഇതെങ്ങനെ ചെയ്തു, ആര് ചെയ്യിപ്പിച്ചു എന്ന് പോലും അറിയാത്ത രീതിയിലാണ് നമ്മൾ അതിലേക്ക് ഒഴുകിപ്പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പുറത്തുനിന്ന് കൊണ്ടുവന്ന ഈ മാലകളൊക്കെ ഇട്ട് കൊടുക്കുകയും കെട്ടിക്കൊടുക്കുകയും ചെയ്യുമ്പോൾ
അതിന് തൊട്ട് മുമ്പ് വരെ ആ വ്യക്തി വന്ന വഴിയിൽ നിന്നും വ്യത്യസ്തമായിരുന്നു പിന്നെ ഈ മാലയൊക്കെ കിട്ടിയതിന് ശേഷം. കാരണം എന്നും രാവിലെ എഴുന്നേറ്റ് കണ്ണാടി നോക്കുമ്പോൾ കഴുത്തി കിടക്കുന്ന മാല കാണാം. മാല എപ്പോഴും കണ്ണാടി നോക്കുന്ന ആളാണെങ്കിൽ ഈ മാലകൾ കാണുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് മറ്റ് ചിന്തകൾ വരും. അപ്പോൾ ഇയാളുടെ ആ പൊട്ടൻഷ്യാലിറ്റി കുറയും. ഇനി ഇയാളെ അതിൽ രക്ഷിക്കാൻ നോക്കുമ്പോഴത്തേക്ക് ബാക്കി പല മത്സരാർത്ഥികളോടും ആ കാണിച്ചത് നീതിയാണോ അനീതിയാണോ? ഉറക്കപ്പറ സുമേഷ്, അനീതിയാണ്. അതിന് പേഴ്സണൽ ചോയ്സ് എന്നല്ല. പേഴ്സണൽ ചോയ്സ് നിൻ്റെ വീട്ടിൽ പോയിരുന്ന് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ നിൻ്റെ ഓഫീസിൽ ചെയ്യേണ്ടതാണ് പേഴ്സണൽ ചോയ്സ്. പബ്ലിക് ഒരു കോമൺ പ്ലാറ്റ്ഫോമിനകത്ത് പബ്ലിക്കായിട്ടുള്ള ഒരു ഷോ നടക്കുമ്പോൾ പബ്ലിക്കിന് കമൻറ്റ് പറയാൻ അവകാശമുണ്ട്. അല്ലെങ്കിൽ പബ്ലിക് ഷോ ആക്കരുത്, പ്രൈവറ്റ് ഷോ ആക്കി മാറ്റണം. നിങ്ങൾ നടത്തുന്ന ഷോ അതിനെക്കുറിച്ച് കുറ്റം പറയാൻ പ്രൈവറ്റ് ആയിട്ടുള്ള പാർട്ടികൾക്ക് മാത്രമേ അവകാശമുള്ളൂ, ഇത് പബ്ലിക്കല്ല. ഓക്കെ, പബ്ലിക് ഷോ ആകുമ്പം അപ്പോൾ ഈ കാണിച്ച് ഇതെല്ലാം തടയാമായിരുന്നു അല്ലേ? ശരിയല്ലേ? അപ്പം അപ്പോഴും ജനങ്ങൾ പറയുന്നു ആർക്കൊക്കെയോ വേണ്ടി ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യുന്നു എന്ന് ജനങ്ങൾ പറഞ്ഞാൽ ആ ജനങ്ങളെ കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ ബിഗ് ബോസ് ഷോയുടെ സംഘാടകരായിട്ടുള്ള അല്ലെ അതിൻ്റെ ഡയറക്ടേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ വീഴ്ച വീണതായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആർക്കോ വേണ്ടി ബിഗ് ബോസ് ചെയ്യുന്നുണ്ട് എന്ന് താങ്കൾ ഞാൻ വിശ്വസിക്കുന്നു എന്നല്ല, ജനങ്ങൾ പറയുന്നതിനെ തെറ്റെന്ന് പറയാൻ പറ്റുമോ? ആ അവസ്ഥ ഞാൻ പറയുന്നില്ല. ഇപ്പം നീ പറഞ്ഞില്ല പേഴ്സണൽ ചോദിച്ചാൽ എനിക്കിപ്പോൾ എന്താ ആരും മാല കൊണ്ട് കൊടുത്താൽ കിട്ടിയ അവർക്കാർക്കും പരാതിയില്ലെങ്കിൽ എനിക്കെന്തിനാ ചൊറിയുന്നത്? എനിക്ക് ചൊറിയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ കണ്ട കുറേ അനീതികൾ ഞാൻ വിളിച്ചു പറഞ്ഞതാണ്. മനസ്സിലായോ? അല്ല, ഇപ്പൊ ഈ ജനങ്ങൾക്ക് അങ്ങനെ തോന്നി എന്നുള്ളതിൽ കുറ്റം പറയാൻ പറ്റില്ല എന്ന് താങ്കൾ പറയുമ്പോൾ അത് ശരിയെന്നല്ല. ഈ കാര്യങ്ങളിൽ ജനങ്ങൾ കുറ്റം പറയുന്നുവെങ്കിൽ ജനങ്ങളെ കുറ്റം പറയാൻ പറ്റത്തില്ല. അത് ഇവർ കാണിച്ചത് നീതികേടായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ജനങ്ങളുടെ കൂടെയാണ് താങ്കൾ നിൽക്കുന്നത്. ഈ കാര്യത്തിൽ ജനങ്ങളുടെ കൂടെ എനിക്ക് നിൽക്കാൻ ഒരു മത്സരാർത്ഥിയെ സപ്പോർട്ട് ചെയ്യുന്നു താങ്കൾക്ക് തോന്നുന്നു? ഒരു മത്സരാർത്ഥിയെ സപ്പോർട്ട് ചെയ്തു എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. അല്ല, ആ ഒരു മത്സരാർത്ഥി മാത്രമായിട്ട് സപ്പോർട്ട് ചെയ്യില്ല. അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് കൊടുത്ത ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞില്ല ഈ ഷോയ്ക്ക് വേണ്ടി പണിയെടുത്ത ആളാരാണ്? പക്ഷേ ഹാർഡ് വർക്ക് ചെയ്ത ആരാണ്? ഇപ്പം തന്നെ ലാസ്റ്റ് ഡേയിൽ ലാലേട്ടൻ തന്നെ ചോദിച്ചു കഴിഞ്ഞ ആഴ്ച, ഈ ബിഗ് ബോസിനകത്ത് ഹാർഡ് വർക്ക് ചെയ്തത് ആര്, ലക്ക് കൊണ്ട് നിന്ന് പോണ ആര്? ഹാർഡ് വർക്ക് ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ 10 പേരിൽ 7 പേരോ 8 പേരോ പറഞ്ഞത് ജിൻ്റപ്പൻ്റെ പേരാണ്, ജിൻഡോയാണെന്നാണ്. ഒന്നാമത്തെ ദിവസം വരെ ഈ ദിവസം വരെയും പുള്ളി എന്ത് വർക്ക് കൊടുത്താലും ഹാർഡ് വർക്ക് തന്നെയാണ് ചെയ്ത് കൂട്ടിക്കൊണ്ടിരുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിന്നറാവാൻ യോഗ്യൻ, വിന്നറാവേണ്ടത് ജിൻഡോയാണ്. പക്ഷേ ഈ ഷോയ്ക്ക് ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കി കൊടുക്കാൻ പ്രേക്ഷകരെ ഒരു പ്രത്യേക തോട്ടത്തിലേക്ക് എത്തിച്ച്, ഏതൻ തോട്ടമല്ല, തോട്ടത്തിലെത്തിച്ച് നോക്കി ആൾ നോക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ മറ്റു ചിലരുണ്ട്. അതിലേക്ക് വന്നുകൂടാന്നും ഇല്ല, ഞാൻ സംശയിക്കുന്നു. മനസ്സിലായി? ഈ സംശയം എന്ന് പറയുമ്പം അത് ഈ നമ്മൾ ഈ അർത്ഥവിരാമമായിട്ട് നിർത്തുന്ന പലതും പിന്നെയും ക്വസ്റ്റ്യൻ മാർക്കിലേക്ക് തന്നെയാണ് പോകുന്നത്. അതെ, അത് സംഭവിച്ചിട്ടേ അത് സംഭവിച്ചു എന്ന് പറയാൻ പറ്റൂ. സംഭവിച്ചു കഴിഞ്ഞാൽ അത് ജെന്യുവൻ അല്ലെന്ന് തോന്നുന്നുണ്ടോ? അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും ജെന്യുവൻ അല്ല എന്ന് ഞാൻ പറയും. അതായത് ജാസ്മിന് കപ്പ് കിട്ടിയത് ജെന്യുവൻ അല്ലെന്ന് പറയും? അല്ല, അങ്ങനെ ഞാൻ ഇന്ന ആളെന്നുള്ള പേര് ഞാൻ പറയത്തില്ല. അത് നോറയ്ക്കായിക്കൂടെ? എന്താ ജാസ്മിനെ പേര് പറയണം? ഓക്കെ. അപ്പം ജനങ്ങളെ പറ്റിച്ചിട്ട് കപ്പ് വാങ്ങിക്കുന്ന ആൾ പുറത്തിറങ്ങുമ്പോൾ ജനങ്ങളുടെ ഹൃദയത്തിലുണ്ടാവില്ല. ജനങ്ങളുടെ ഹൃദയത്തിൽ മഹത്വം ഉണ്ടാവണം. ജനങ്ങളുടെ ഹൃദയത്തിലെ പറ്റിച്ച് ജനങ്ങളെ പ്രേക്ഷകരെ പറ്റിച്ചിട്ട് കപ്പ് വാങ്ങിച്ചാലും പുറത്തിറങ്ങുമ്പം ആ കപ്പ് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അധികകാലം നീണ്ടുപോകാൻ പറ്റത്തില്ല. ജനം, അതാണ് വലുത്. ആ ജനമാണ് നമ്മളാക്കുന്നത്. ആ ജനങ്ങളെ പറ്റിക്കാനായിട്ടിരുന്നാലോ? ഒരിക്കലുമില്ല, ഞാൻ സമ്മതിക്കില്ല.